ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ, പട്ടാമ്പി, വളാഞ്ചേരി, രാമനാട്ടുകര. പട്ടാമ്പിയിൽ റോഡ് നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായി അഴുക്കുചാൽ അടഞ്ഞതോടെ കക്കൂസ് മാലിന്യം ഉൾപ്പെടെ അഴുക്കുചാലിലൂടെ ഒഴുക്കിവിടുന്നുണ്ടെന്ന് കണ്ടെത്തൽ. ഇതോടെ പ്രദേശത്തെ ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ കിണറുകളിലെ വെള്ളവും മലിനമായിട്ടുണ്ടാകാം എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. പട്ടാമ്പി നഗരത്തിലെ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി അഴുക്കുചാൽ പലയിടങ്ങളിലും അടഞ്ഞു. ഇതേ തുടർന്നാണ് ഏറെ ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. പട്ടാമ്പി പോലീസ് സ്റ്റേഷന്റെ മുന്നിലൂടെ പോകുന്ന അഴുക്കുചാൽ റോഡ് നവീകരണ പ്രവർത്തികളുടെ ഭാഗമായി അടഞ്ഞതോടെയാണ് ഇതിലൂടെ കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ളവ ഒഴുക്കിവിടുന്നുണ്ടെന്ന് കണ്ടെത്തിയത്. അഴുക്കുചാൽ അടഞ്ഞ് വെള്ളം കെട്ടിക്കിടന്നതോടെയാണ് പോലീസ് സ്റ്റേഷൻ വളപ്പിലെ കിണറിലെ വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ മലിനമായത്. അഴുക്കുചാലിൽ കെട്ടിക്കിടക്കുന്ന മലിനജലം ഉറവയായി കിണറിലേക്ക് എത്തിയതാണ് കാരണം. അസാധാരണമായ നിറം മാറ്റവും മണവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ കിണർ വെള്ളത്തിൽ അനിയന്ത്രിതമായി കോളിഫോം ബാക്ടീരിയ ഉണ്ടെന്ന് കണ്ടെത്തി. കഴിഞ്ഞ മാസവും സമാനമായ രീതിയിൽ സംഭവമുണ്ടായപ്പോൾ കിണർ വറ്റിക്കുകയും നഗരത്തിലെ അഴുക്കുചാലുകളിലൂടെ കക്കൂസ് മാലിന്യം ഒഴുക്കിവിടുന്നവരെ കണ്ടെത്താൻ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ യാതൊരു ഗുണവും ഉണ്ടായില്ല. ഇപ്പോൾ വീണ്ടും കിണർ മലിനമായതോടെ ഏറെ ആശങ്കയിലാണ് ജനങ്ങൾ. പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ, ട്രാഫിക് പോലീസ് സ്റ്റേഷൻ, പട്ടാമ്പി കോടതി, 18-ലധികം കുടുംബങ്ങൾ താമസിക്കുന്ന പോലീസ് ക്വാർട്ടേഴ്സ്, പോലീസ് ഉദ്യോഗസ്ഥരുടെ വസതികൾ എന്നിവിടങ്ങളിലേക്കുള്ള കുടിവെള്ള സ്രോതസ്സാണ് ഇത്തരത്തിൽ മലിനമായത്. പ്രദേശത്തെ ഹോട്ടൽ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ കിണറുകളിലെ വെള്ളവും ഇത്തരത്തിൽ മലിനമായിട്ടുണ്ടാകാം എന്നാണ് വിലയിരുത്തൽ. മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് പട്ടാമ്പി നഗരത്തിൽ ഈ ദുരവസ്ഥ അനുഭവപ്പെടുന്നത്.